അപ്പം ആ ഒരു ഉറക്കം കൂടിയും കഴിഞ്ഞാലാണ് ഞാൻ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. ആ ഒരു ടൈമിൽ ബെഡ്ഷീറ്റൊക്കെ ശരിയാക്കി വന്നപ്പോഴാണ് നമ്മുടെ മീൻ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ തളയനാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചില സ്ഥലത്ത് ബെൽറ്റ് ഫിഷ് എന്നൊക്കെ പറയും. അപ്പോൾ തളയൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഋതുവിനാണെന്നുണ്ടെങ്കിലും അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവൻ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യേണ്ട മസാലാസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് കൊടുന്നപ്പോൾ നേരെ കഴുകിയിട്ട് അത് മസാല തേച്ച് അങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഋതും കൂടി ഇതേ ഗാർബേജ് റൂമിൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കളയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവനറിയാം വേസ്റ്റിൻ്റെ കവർ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നേരെ ആശാൻ ഗാർബേജ് റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. എന്നിട്ട് ഇതേ ഞങ്ങളതൊക്കെ സെറ്റ് ചെയ്ത് റൂമിൽ പോവുകയാണ്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ശരത്തേട്ടൻ എത്താറായി എന്ന് പറഞ്ഞു. ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരത്തേട്ടൻ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ അവസ്ഥ. ഋതുവിനേറ്റ് ഋതു ഒരൊറ്റ ഓട്ടമാണ് കോറിഡോറിലേക്ക് ഓടും. ആ ഒരു തറ്റത്തേക്ക് ഓടും. പിന്നെ ശരത്തേട്ടൻ അവൻ്റെ പിന്നാലെ പോവും. അവിടെ നിന്ന് അവൻ എടുത്ത് കൊണ്ടുവരും. പിന്നെ എടുത്ത് കൊടുന്ന് റൂമിലെത്തിക്കഴിഞ്ഞാൽ ശരത്തേട്ടൻ ആദ്യമായിട്ട് റൂമിൽ വരുന്ന പോലെയാണ്. ഓരോ സാധനങ്ങൾ അവൻ്റെ ഷൂവിലെ സ്പൈഡർമാനെ മുതൽ അവ ഓരോ സാധനങ്ങൾ കാണിച്ചു കൊടുക്കാൻ തുടങ്ങും. അവൻ്റെ ബൈക്ക്, സ്പൈഡർമാന്, പിന്നെ റൂമിൽ വെച്ചിട്ടുള്ള ഫൈറ്ററിന് പാപ്പിട്ട കാര്യം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നാലെന്ന് മാറില്ല ശരത്തേട്ടൻ്റെ. ഫുൾ അവൻ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. ആദ്യം കുറേ കാലത്തിന് ശേഷം റൂമിൽ വന്ന പോലെയാണ് അവൻ്റെ ഓരോരോ കാര്യങ്ങൾ അവൻ കാണിച്ചു കൊടുക്കണതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ കാണാം. ഇതേ കണ്ടില്ലേ, ഫൈറ്ററിനെയൊക്കെ അവനിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനൊന്ന് എടുത്ത് കുറച്ച് നേരമൊക്കെ